നമസ്കാരം, ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഈ ആഴ്ചയിലെ ഏറ്റവും അവസാനത്തെ ദിവസത്തെ എക്സ്പയറിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ് ഉള്ളത്. ഇന്നലെ മാർക്കറ്റിൽ ഉണ്ടാക്കിയ സിവിയർ ഫോളിൽ ഒരു ഞെട്ടലിലാണ് നമ്മളെല്ലാ ആളുകളും. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇന്നലെ ഗ്ലോബൽ ഈവൻറ്റിൽ US നിന്ന് ജോബ്ലെസ് ക്ലെയിം ഡേറ്റ ഉണ്ടായിരുന്നു. മാർക്കറ്റിനോട് പോസിറ്റീവായ രീതിയിൽ ആ ഒരു ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ US മാർക്കറ്റ് പോസിറ്റീവായ രീതിയിൽ റിയാക്ട് ചെയ്തു. ഡോയും നാസ്ഡാക്കും ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഭാഗികമായിട്ട് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ അവധിയാണ്. ലൂണാർ ഹോളിഡേ കാരണം ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഓസ്ട്രേലിയയും നിക്കി ജപ്പാൻ മാർക്കറ്റും പോസിറ്റീവിൽ ട്രേഡിങ് തുടരുന്നുണ്ട്. നമ്മളുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. ഇതാണ് നമുക്ക് പൊതുവെ കാണാൻ സാധിക്കുന്നത്. നമുക്കിനി ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള ആക്ടിവിറ്റീസ് തന്നെ നോക്കാം. 67% അവരുടെ ഷോർട്ട് പൊസിഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലോങ് പൊസിഷൻ 33 ആയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഏറ്റവും താഴെ കാണാം US വിക്സ് 1.12% ഫോളായി 11 എന്ന് പറയുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിലാണ്. നാസ്ഡാക്ക് 37 പോയിൻറ്റിൻ്റെ ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഡോയും ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് ആണ് ഇപ്പോൾ ഇന്നലെ 2% ഉയർന്ന് 15.82 എത്തി നിൽക്കുന്നത്. ബിറ്റ്കോയിൻ 45,312 ആയിട്ടുണ്ട്. ഇന്നലെ $1,900 ഒരു റാലി ഉണ്ടാക്കി. അതിന് മുകളിലുള്ളത് MOEX റഷ്യൻ മാർക്കറ്റ്, FTSE UK, CAC 40 ഫ്രാൻസ് മാർക്കറ്റ്, ഡാക്സ് എന്ന് പറയുന്നത് ജർമ്മൻ മാർക്കറ്റ് എല്ലാം തന്നെ പോസിറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവാണ്. അതിന് മുകളിലെല്ലാം തന്നെ ക്ലോസ് ആണ് ആക്ച്വലി. ഇനി ഏറ്റവും ടോപ്പ് നോക്കാം. ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $2,033 per ounce എന്ന നിലയിൽ ട്രേഡിങ് തുടരുന്നുണ്ട്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ നമ്മൾ കാണുമ്പോൾ HDFCയും ICICI ബാങ്കും ഒരു 3.5% ഫോളാണ് ആയിട്ടുള്ളത്. പക്ഷേ നമ്മളെ മാർക്കറ്റിൽ ഇന്നലെ ICICI ബാങ്ക് 3% ഇടിഞ്ഞതും HDFC ബാങ്ക് 1.5% ഇടിഞ്ഞിട്ടുള്ളതിൻ്റെ റിയാക്ഷൻ ADR സ്റ്റോക്കുകളിൽ കണ്ടതാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതല്ലെങ്കിൽ അവിടെയും പ്രോഫിറ്റ് ബുക്കിംഗ് കൂടുതലുണ്ടായതാകാം. പക്ഷേ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിന് ശേഷം കുറച്ച് ടൈം കഴിഞ്ഞാലാണ് ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ചാടി കയറി ഷോർട്ട് ചെയ്തതിന് പ്രശ്നങ്ങളുണ്ടാവും. ഇൻഫോസിസ് 1% ഫോളോ. ഇതെല്ലാം തന്നെ ഇന്നലെ നമ്മുടെ മാർക്കറ്റിലുണ്ടായ ഈ സ്റ്റോക്കുകൾ ഉണ്ടായിട്ടുള്ള ഫോള് റിയാക്ട് ചെയ്തിട്ടുള്ളതാകാം, അതല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാകാം. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത മേജർ ടെക്നോളജി കമ്പനീസ് എല്ലാം തന്നെ ഫ്ലാറ്റാണ്. പ്രശ്നങ്ങളൊന്നുമില്ല കാണാം. ആമസോൺ മുതൽ ഗൂഗിൾ, ആപ്പിൾ, ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ്, ടെസ്ല, ഇൻ്റൽ, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫ്ലാറ്റായ ഒരു ക്ലോസിങ് നടത്തി. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട റിസൾട്ടുകളിലേക്ക് വരികയാണെങ്കിൽ ഹീറോ മോട്ടോകോർപ്പ്, ടാറ്റ പവർ, IRFC, MRF, ന്യൂ ഇന്ത്യ അഷുറൻസ്, ഫൈസർ തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്നും, നാളെ ONGC, ഓറബിൻഡോ ഫാർമ, ഡിവിസ് ലാബ്, MCX, ആംബർ എൻ്റർപ്രൈസസ് തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് നാളെയുണ്ട്. FIS ക്യാഷ് മാർക്കറ്റിൽ ഇന്നലെ വലിയ തോതിൽ സെല്ല് നടത്തി. 4,933 കോടി രൂപയ്ക്ക് സെല്ല് നടത്തിയിട്ടുണ്ട്. DIS 5,512 കോടി രൂപയ്ക്ക് ബൈ നടത്തി മാർക്കറ്റിനെ വലിയ തോതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പൊതുവേ കാണാൻ പറ്റുന്ന ഡേറ്റകളെല്ലാം തന്നെ. ഇനി IPOs ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കമ്പനീസിൻ്റെ ഡിവിഡൻഡ് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. എത്രയാണ് ഡിവിഡൻഡ്, എന്നാണ് റെക്കോർഡ് ഡേറ്റ് എന്നിവ കൃത്യമായിട്ട് അറിയേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. അതെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് മാർക്കറ്റിലേക്ക് വരാം. നമ്മളുടെ മാർക്കറ്റിലെ സ്റ്റോക്കുകളിൽ ന്യൂസിലേക്ക് നോക്കാം. LIC രാജ്യത്തിലെ ഏറ്റവും വലിയ PSU കമ്പനിയായിട്ട് ഇപ്പോൾ LIC മാറിയിട്ടുണ്ട്. SBIൻ്റെ മാർക്കറ്റ് ക്യാപ്പ് മറികടന്ന് 7 ലക്ഷം കോടി രൂപയാണ് LICയുടെ മാർക്കറ്റ് ക്യാപ്പ് ഒപ്പം ഉള്ളത്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1,100 രൂപയ്ക്ക് മുകളിലാണ്. റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 47% അറ്റാദായത്തിൽ ഉയർച്ച രേഖപ്പെടുത്തി. 9,344 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കി. കൂടാതെ തന്നെ കമ്പനി 4 രൂപ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. റെയിൽവേ സ്റ്റോക്കുകൾ, ഇന്ത്യൻ ക്യാബിനറ്റ് 6 മൾട്ടി ട്രാക്കിംഗ് റെയിൽവേ പ്രൊജക്റ്റുകളാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 12,343 കോടി രൂപ വർത്ത് വരുന്ന ഈ ഒരു പ്രൊജക്റ്റ് രാജസ്ഥാൻ, ഗുജറാത്ത്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ആസാം, നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് നടത്തുന്നത്. ടെലികോം സ്റ്റോക്കുകൾ,
അതുപോലെ തന്നെ 96,317 കോടി രൂപയുടെ പുതിയ 5G സ്പെക്ട്രം ആണ് ഗവൺമെൻറ് ടെലികോം മന്ത്രാലയം ഇന്നലെ അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. ടെലികോം സ്റ്റോക്കുകളും ഇന്ന് ലൈം ലൈറ്റിൽ വരാനായിട്ട് സാധ്യതകളുണ്ട്. ലൈം ലൈറ്റിലേക്ക് വരാൻ ആയിട്ട് സാധ്യതകളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ സ്റ്റോക്ക് റാലി ചെയ്യുമെന്നൊന്നും യാതൊരു ഉറപ്പില്ല. ന്യൂസുകൾ കളക്ട് ചെയ്യുക, നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ചാനലിൻ്റെ ധർമ്മം. ബയോകോൺ ഫാർമ കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 660 കോടി രൂപ കരസ്ഥമാക്കി. കഴിഞ്ഞ തവണ 41 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനിയാണ്. രാംകോ സിമൻറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 39% ഉയർന്ന് 93 കോടി രൂപ കരസ്ഥമാക്കി. കൂടാതെ തന്നെ കമ്പനി 1250 കോടി രൂപയുടെ പുതിയ എക്സ്പാൻഷൻ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തു. JK ലക്ഷ്മി സിമൻറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 88% ഉയർന്ന് 143 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 9% ഉയർന്നു. RVNL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 6% കുറഞ്ഞ് 358 കോടി രൂപ. റവന്യൂ 6% കുറഞ്ഞ് 4689 കോടി രൂപ. പേടിഎമ്മിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ മഞ്ജു അഗർവാൾ RBIയുടെ ഇൻസ്ട്രക്ഷൻ കാരണം റിസൈൻ ചെയ്യുന്നു എന്നുള്ള ന്യൂസ്. CG പവർ കമ്പനി ഇവർ റിലയൻസ് എന്ന് പറയുന്ന US മേജർ ഇലക്ട്രോണിക് കമ്പനിയായിട്ട് ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക് കമ്പനി 217% ഇയർ ഓൺ ഇയർ ഇവരുടെ നെറ്റ് ആദായത്തിൽ വർധനവ് കണ്ടത്. 57 കോടി രൂപയാണ് ഇത്തവണ രേഖപ്പെടുത്തിയ നെറ്റ് പ്രോഫിറ്റ്. ടോറൻറ്റ് പവർ കമ്പനി 357 കോടി രൂപ അറ്റാദായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 47% ഇയർ ഓൺ ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ കണ്ട കുറവ്. യുണൈറ്റഡ് സ്പിരിറ്റ്സ് കമ്പനി രാജ്യത്തിലെ മേജറായിട്ടുള്ള ആൽക്കഹോളിക് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 84% ഉയർന്നു. കഴിഞ്ഞ തവണ 2 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനിയായിരുന്നു. IRCTC ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് പുതിയ ടൂറിസം ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. BEL കമ്പനി അവർ പവർ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവർക്ക് ഹരിയാന പവർ ജനറേഷൻ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് 5500 കോടി രൂപ വരുന്ന പുതിയ ഒരു പ്രൊജക്റ്റ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കമ്പനി അറിയിച്ചു. ഇമാജിക്ക വേൾഡ് കമ്പനി വണ്ടർല പോലെയുള്ള സമാനമായ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് ഇമാജിക്ക വേൾഡ്. മഹാരാഷ്ട്രയിൽ 770 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി 4ഓളം പാർക്കുകളെ ഇവർ അക്യൂർ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. പല ആളുകളും ചോദിക്കാറുണ്ട് ഓപ്ഷൻ ചെയ്യാൻ FAR-OTM ചെയ്യാനായിട്ടൊക്കെ ഏറ്റവും സൗകര്യമുള്ള ബ്രോക്കർ അതൊരു ഡിസ്കൗണ്ട് ബ്രോക്കറും ആയിരിക്കണം. അപ്പോൾ അപ്സ്റ്റോക്ക് എന്ന് പറയുന്ന ഇന്ത്യയിലെ ലീഡിങ് ഡിസ്കൗണ്ട് ബ്രോക്കർ FAR-OTMs എല്ലാം തന്നെ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു ഓൾ.